ഹാപ്പി ക്രിസ്മസ്. നീതു വാ. ഹായ്, മല്ലൂസിനിയൊക്കെയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രീ ഒക്കെ കണ്ടില്ലേ? അപ്പൊ നമ്മള് സാന്താക്ലോസ് ഇന്ന് നമ്മുടെ വീട്ടിൽ കരോള് വരികയാണ്. അതിന്റെ ഒരു വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മള് നമ്മുടെ ആൻഡ്രീം പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ മാഗ്രാഫറ്റിലേക്ക് എല്ലാ വീടുകളിലേക്കും കരോള് വരെയാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. അടിപൊളി വീഡിയോ ആണ്. ഞങ്ങളെല്ലാരും ഭയങ്കര ത്രില്ലിലാണ്. കരോള്, അതെ, നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഇവിടെ കരോള് വരാൻ പോകുന്നത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ്. കരോളൊക്കെ വന്നിട്ടുണ്ടാവും. ഞങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ വീടുകളിലേക്കൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേമാതിരി തന്നെ വീഡിയോ എല്ലാവരും ഇപ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് ആയി തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കരോള് വരാത്തതിന്റെ ബാക്കി എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. കരോൾ ഇല്ലാത്തതിന്റെ നമ്മുടെ നാട്ടിലും പ്രദേശത്തൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കരോളൊക്കെ വരുമല്ലോ. അപ്പൊ ഇത്തവണ കഴിഞ്ഞ മിസ്സായി. അപ്പൊ ഇത്തവണ ഇതിന്റെ ഒരു അവസരം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും മുന്നിട്ടിറങ്ങി. അപ്പൊ നമ്മളത് സന്തോഷത്തോടെ തുടങ്ങാണ്. അതെ, അപ്പൊ നമുക്ക് കരോളിന്റെ വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കേട്ടോ. എല്ലാം കൂടി സെറ്റ് ആക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നെഹമ്മേ റെഡി അല്ലേ? ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വീട്ടിലാണ് കരോളിന്റെ, നമ്മുടെ സെബിൻ വർഗീസിന്റെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ വീട്ടിലാണ് സമാപനം. അതിന്റെ ഇടയിൽ കുറെ വീടുകളിൽ കയറാനുണ്ട്. അപ്പോൾ ഓരോ വീടുകളിൽ കയറുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. അതെ, അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നമ്മുടെ വീടുകളിൽ കരോള് വന്നത് സെന്റ് ജോസഫ് ചർച്ച് ആൻഡ്രീമിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ ഏറ്റവും സ്നേഹനിധിയായ വികാരിച്ചൻ ജൈനച്ചൻ്റെ നേതൃത്വത്തിലാണ് കരോള് വന്നിരിക്കുന്നത്. അച്ഛനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ട്രസ്റ്റിമാരായ തോമസ് ഏണ്ണും സോജനും അതുപോലെ തന്നെ മുൻ ട്രസ്റ്റി ബിജു ചേട്ടനും അതുപോലെ തന്നെ ഗായകസംഘം പറയാതിരിക്കാൻ വയ്യ. ഗായകസംഘം തകർക്കുകയായിരുന്നു, അടിപൊളിയായിരുന്നു. ബാബു ചേട്ടനും ടിജൊക്കെ കൂടി തകർത്ത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന സംഭവമാണ് നമ്മുടെ ഒരു മിടുക്കിയായ സാന്റ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ സമാധാനത്തിൻ്റെ സന്ദേശവുമായി ഭൂമിയിലേക്ക് പിറന്നിറങ്ങിയ യേശുനാഥൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വരും തലമുറയ്ക്ക് നമുക്ക് എങ്ങനെയാണ് കരോൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്മസ് എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ള ഒരു സന്ദേശം കൂടി നൽകുവാൻ ആ ഒരു ലക്ഷ്യവുമായിട്ടാണ് അച്ഛനും ഇത് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്രിസ്മസിൻ്റെ പഴയ കാലഘട്ടത്തിലെ കരോൾ എങ്ങനെ നടത്തിയിരുന്നു, അതൊരു വലിയ സന്ദേശമാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നൽകാൻ ശ്രമിച്ചത്. അത് ഞങ്ങളെല്ലാവരും കൂട്ടായി അതിനോടൊപ്പം നിന്നപ്പോൾ നല്ലൊരു കരോളായി മാറി. അപ്പോൾ നമ്മൾ വീടും ചെറുതായിട്ട് ഇതുപോലെ തന്നെ അലങ്കരിച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. അത് പിള്ളേരൊക്കെ കൂടി വീട് അലങ്കരിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 12 വീടുകളിലാണ് നമ്മളിവിടെ കയറുന്നത്. അപ്പോൾ ആ വീടുകളിലേക്ക് എല്ലായിടത്തും നമുക്ക് കയറാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ തുടരുകയാണ്. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പിറവിയെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജൈനച്ചൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ കരോൾ തുടങ്ങുകയാണ്. ശിശുവായി പിറന്നുകൊണ്ട് ലോകത്തെ സന്തോഷിപ്പിച്ച മിശിഹായെ ഈ ഭവനത്തെയും ഞങ്ങളെയും സ്വർഗീയ സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ തിന്മകളിൽ നടന്നു മാറി നന്മയിലേക്ക് വരുവാനുള്ള കൃപാവരം എല്ലാവർക്കും നൽകണമേ. സകലത്തിന്റെയും നാഥായി നീക്കി എല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ദിവ്യവേദന ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്ത കർത്താവേ ഈ ലോകത്തിന് അങ്ങയുടെ ശാന്തി സന്തോഷവും പഴയതു മാഞ്ഞു പുതുയുഗം വന്ന് യേശുവിൻ ജനനമായി, യേശുവിൻ ജനനമായി.
അടുത്ത് നമ്മളിപ്പോൾ മാർഗരറ്റിൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ കരോൾ നടത്താമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്തു. അതിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവരും തന്നെ നല്ല പോസിറ്റീവായിട്ട് എടുത്ത് എല്ലാവരുടെയും നല്ല രീതിയിലുള്ളൊരു സഹകരണം ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ സാധിച്ചത്. ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. കാതോടു കാതോടും കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത വീടുകളിലേക്ക് പോവാണ്. ഞങ്ങൾ നടന്നാട്ടാ പോണേ. ജോസഫേൻ്റെ വീട്ടിലേക്കാണ് പോണേ. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്ന് ഭൂമിയുള്ള അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവാം. അപ്പം എല്ലാവരും കൂടി നടന്നൊക്കെ പോവാണ്. തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങൾ അടുത്തടുത്ത വീടുകളിലേക്ക് നടന്നാ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ മാർഗരറ്റിന്റെ വീട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു നമുക്കിനി കുറച്ച് അടുത്ത വീടുകളുണ്ടല്ലോ, നമുക്കിവിടെ നടന്ന് അങ്ങോട്ട് പോവാം. ഈ വണ്ടിയിൽ നിന്ന് കയറി ഇറങ്ങുന്ന നല്ല നമുക്ക് വൈബ് വരണമെങ്കിൽ നമ്മൾ ക്രിസ്മസിന് നടന്ന് തന്നെ കരോൾ. അല്ല, അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ വണ്ടി ഇടാൻ സ്ഥലവും കൂടി ഇല്ല. ഇതൊക്കെ നമുക്ക് ശരിക്കും കാണുമ്പോൾ നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ ഇടവഴിയിൽ കൂടെ എല്ലാം നടന്നു പോയി ക്രിസ്മസിന് കരോള് കയറുന്ന ആ ഒരു ഫീൽ കിട്ടിട്ടോ. അതാണ് അച്ഛനും ഉദ്ദേശിച്ചത്. അച്ഛൻ പറയുകയും ചെയ്തു നമ്മളിപ്പോ ശരിക്കും പ്രത്യേക പൊളി വൈബ് എന്ന് പറയേണ്ട പ്രത്യേക വൈബ് തന്നെയായിരുന്നു. നമ്മൾ വിചാരിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മസിൽ പിടിച്ചൊക്കെ ഇരിക്കുന്നു. പക്ഷെ ജയനച്ഛൻ ഇവിടെ വന്നിട്ട് പിള്ളേരുടെ ഇടയിലേക്ക് ഇറങ്ങുക, വലിയവർക്കായാലും അന്ന് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഇതിപ്പോൾ തന്നെ കണ്ടു നോക്കിയാൽ നമ്മൾ നാട്ടുപ്രദേശത്തോടെ കരോള് പോകുന്ന ഒരു ഫീൽ കിട്ടിയായിരുന്നു. എല്ലാവരുമായിട്ട് ഈ നടന്നു പോയപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ അവിടെ വണ്ടി ഇട്ട് പക്ഷെ ഇത് നടന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും എല്ലാവരും കുറേ പേര് അപ്പം തന്നെ പറഞ്ഞു നമ്മൾ നാട്ടിലാണെന്ന് തോന്നിപ്പോകുന്നുള്ള രീതിയിലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ അടുത്ത് 3-4 വീടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾ അടുത്തത് ജോസഫേന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയാണ് പോകുന്നത്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മണ്ണിൽ സ്നേഹം എന്നും വാരിച്ചൊരിഞ്ഞിടും ചക്രമുത്തേ. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് അനീഷേന്റെ വീട്ടിലേക്കാട്ടോ. തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഉള്ള വീടാണ്. അവിടെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അവരും വലിയ എക്സൈറ്റഡ് ആണ്. എല്ലാവരും നല്ല പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയി. പിള്ളേര് കുറെ പിള്ളേരൊക്കെ കുഞ്ഞു പിള്ളേരെ ഇതില് കുഞ്ഞു പിള്ളേരൊക്കെ കരോൾ ഉണ്ടാകുന്ന ഇപ്പോഴായിരിക്കും കാണുന്നത്. ഇവിടെ 2-3 വർഷത്തിൽ വന്ന പിള്ളേരൊക്കെ കരോൾ ഉണ്ടാകുന്ന ഇപ്പോഴായിരിക്കും കാണുന്നത്. നമ്മുടെ സാന്റയുടെ കാര്യം പറയേണ്ട. സാന്റ തകർക്കായിരുന്നു കേട്ടോ. സാന്റ അടിച്ച് പൊളിച്ചു കേട്ടോ.
അപ്പോൾ നമ്മളങ്ങനെ അനീഷേൻ്റെ വീടെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ UK തെരുവീതിയിലൂടെ സാന്റ നടന്നു നീങ്ങുകയാണ്, മക്കളെ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തത് സിജോൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടോ. സിജോൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാരും ആയോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഈ വർഷം പാപ്പ വിട്ടുകൊടുക്കില്ല. കളിക്കില്ല അല്ലേ? അതെ, നിത്യമായിട്ടൊരു പാപ്പ, ടോം പാപ്പ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അനൂപിന്റെ ഡാൻസ് കളിക്കും പാടുമൊക്കെ ചെയ്തു. അനൂപ് ആ ക്ലോക്ക് കളിക്കിട്ടോ. അനൂപിനോട് ആ ക്ലോക്ക് കളിക്കുന്നു. അടുത്ത നമ്മൾ അനൂപിന്റെ വീട്ടിലായിട്ട് എത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, മനുഷ്യരായ ഞങ്ങളോടുള്ള സ്നേഹനിമിത്തം മനുഷ്യനായി അവതരിച്ച അങ്ങേ
വേഗം നമുക്ക് ആദ്യം വിടാം. അടുത്ത ഷൈൻ ജോർജ് പേര് നോക്കി. അതെ, ടൗൺ ടച്ച് ചെയ്തേനെ. ഇനി ടൗണിലേക്ക് നമ്മൾ കയറും. ഞാൻ പറയാം, നമുക്ക് ഫ്രണ്ടിൽ പോകും. ഷൈൻ ജോർജ്. അടുത്ത നമ്മൾ പോകുന്നത് ഷൈനിയുടെ വീട്ടിലേക്ക് കേട്ടോ. അവിടെയാണ് നമ്മൾ ഒരു ചെറിയ ബ്രേക്കും അതുപോലെ തന്നെ ടീ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഷൈനിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ദൈവവേദന ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും അങ്ങനെ ഷൈനിയുടെ വീട്ടിലാട്ടോ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചായയും ഒട്ടയപ്പവും അങ്ങനെ ചെറുകടികളൊക്കെ കൂടി ഒരു ചെറിയ ബ്രേക്ക്, ഒരു ടീ ബ്രേക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്തതാണ്. ലൈറ്റ് ബ്രേക്ക്. അയ്യോ, പനിക്ക് കിട്ടിയില്ലേ? അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സാന്റ ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ. കസേരമേൽ സാന്റ ഒന്ന് റെസ്റ്റ് ചെയ്യാണ്. നമ്മൾ അടുത്ത പോകുന്ന വീട് അനിൽ സെബാസ്റ്റിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മുത്തേ 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 പൊന്നോമനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ. മുത്തേ മുത്തേ
അടുത്ത് നമ്മളങ്ങനെ ടോമിൻ്റെ വീട്ടിലേക്കായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവുമായ ദൈവമേ, മനുഷ്യരായ ഞങ്ങളോടുള്ള സ്നേഹനിമിത്തം മനുഷ്യനായി അവതരിച്ചെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്നു. ആനന്ദിക്കുന്ന ഞങ്ങളെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. കാലിത്തൊഴുത്തിൽ ശിശുവായി തുറന്നുകൊണ്ട് ലോകത്തെ സന്തോഷിപ്പിച്ച ശിശുവായി ഞങ്ങളെ നമ്മുടെ വീടുകളെല്ലാം തന്നെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് എല്ലാ വീടുകളും ഇരിക്കുന്നത്. 12 വീട്ടിലാണ് ഇപ്പോൾ നമ്മളിവിടെ കയറുന്നത്. ഇപ്പോൾ കുറച്ച് പേര് ഡ്യൂട്ടിക്കൊക്കെ പോയിണ്ടായി. അങ്ങനെ നീതും ഉണ്ടായി, ഡ്യൂട്ടിക്ക് പോയ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്മസിൻ്റെ നാട്ടിലത്തെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടോ. ഇത്തവണയാണ് ക്രിസ്മസിൻ്റെ ഒരു കരോളൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ആ ഒരു ശരിക്കുള്ള ക്രിസ്മസ് എന്താണെന്നുള്ള ആ ഒരു അതിൻ്റെ വൈബ് കിട്ടിയത്. അടിപൊളിയായിരുന്നുണ്ടോ? അതെ, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൻഡ്രീമിൽ നിന്ന് ഒരു 10-15 പേര് വന്നു. ഇവിടുത്തെ എല്ലാവരും കൂടി 60-60ഓളം പേരായിട്ടോ ഇന്നത്തെ പരിപാടിക്ക്. മൊത്തം 10-60 പേരുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും പകുതി സ്ഥലം കഴിഞ്ഞു. കാറിലേക്കൊക്കെ എല്ലാവരും കയറി. അടുത്ത് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത് ഷിജുവിൻ്റെ വീട്ടിലേക്കാണ്. കരോൾ എത്തിയിരിക്കുന്നത്. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അതെ ബബിൾസ് ഇങ്ങനെ പറക്കും. അനിൽകുമാർ അതെ നമുക്കിത് കിട്ടിയില്ലെങ്കിൽ ഒറ്റ പിടുത്തം കിട്ടിയതാ. നെഹമേ ഇടലേ നീതോ അടുത്ത നമ്മളങ്ങനെ സെക്കൻഡ് ലാസ്റ്റ് വീടായ അനിൽകുമാറിൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടെ ഞാൻ നീതും പാപ്പാനിയുടെ ഒപ്പം നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് എന്റെ അപ്പയമ്മയും പപ്പ മമ്മി. പാപ്പാനിയുടെ പേര് പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് പള്ളി കമ്മിറ്റിയും അച്ഛനെല്ലാം കൂടി നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നിരുന്നു കേട്ടോ. ആശംസയും അതുപോലെ തന്നെ നല്ലൊരു കലണ്ടറും നല്ല അടിപൊളി ഒരു കേക്കൊക്കെ കൂടി ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാ വീടുകളിലേക്കും നൽകിയിരുന്നു. അച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കും താങ്ക് യു. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ നിത്യാനന്ദം നൽകി അനുഗ്രഹിക്കണമേ. ഡോറടിച്ചായിരുന്നു. പുതിയൊരു യുഗപ്പിറവി യേശുവിൻ ജനനമായി. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്, മെരി 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 ക്രിസ്മസ്. ഹാപ്പി 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 ക്രിസ്മസ്, മെരി 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 ക്രിസ്മസ്. ഹാപ്പി മെരി ഹാപ്പി മെരി ഹാപ്പി ക്രിസ്മസ്. മഴത്തുള്ളി മണിക്കിരുപ്പം പുതിയൊരു ഇന്നത്തെ നമ്മുടെ കരോളിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വീട്ടിലേക്ക് കരോളെത്തി. അപ്പോൾ ലാസ്റ്റ് വീട് ഞങ്ങളുടെയാണ്. അതെ, ലാസ്റ്റ് വീട് ഞങ്ങളുടെ കേട്ടോ. ഇവിടെ നമ്മുടെ സമാപന പ്രാർത്ഥനയും അതിനുശേഷം പാട്ടും ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഒരു ചെറിയ സ്നേഹവിരുന്നോട് കൂടിയാണ് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഉണ്ണിയേശുവിനെ ഇരുത്താനുള്ള ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഞങ്ങൾ. അതേ അങ്ങനെ പാപ്പാനി നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ കരോളും ഉണ്ണിയും സാൻ്റെയൊക്കെ അതേ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വീട്ടിലേക്ക് എത്തി നെഹമ്മേ. ഇതോ വാ, അത് കുഴപ്പക്കാരല്ല. നെഹമ്മേ വീഡിയോ മൊത്തം പിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. കണ്ണും കണ്ണും എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആടി തിമിറുക്കുക കേട്ടോ. പാട്ടുകാരൻ ചേട്ടന്മാരും ഒക്കെ നല്ല എനർജി കേട്ടോ. അച്ഛൻ ഇങ്ങനെ പ്രചോദനം കൊടുത്തിരിക്കുകയല്ലേ, പിന്നെ ഇങ്ങനെ എനർജി ആവാതിരിക്കണേ. നമ്മുടെ ജയനച്ഛൻ്റെ ആ ഒരു എനർജി നോക്കി, ഈ അച്ഛൻ്റെ ആ ഒരു എനർജി ആയിട്ടാണ് ഇവരുടെ കരുത്ത്. ഞങ്ങളുടെ എല്ലാവരുടെയും കരുത്താണ് അച്ഛൻ നൽകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു സംഭവം തന്നെ കേട്ടോ, അച്ഛൻ്റെ പ്രോത്സാഹനം.
ഉള്ളവരൊക്കെ ഒന്ന് കയറി വന്നേ. അപ്പൊ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമുക്ക് ഇന്നിവിടെ നമുക്കറിയാം ക്രിസ്മസിന്റെ കരോളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഇതിന് അവസരം ഒരുക്കുന്നത് നമ്മുടെ ആന്ധ്രയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ വികാരിച്ചൻ, അതുപോലെ തന്നെ ട്രസ്റ്റിമാര്, ഇതിനോടൊപ്പം തന്നെ ഗായക സംഘം, നമ്മുടെ പാപ്പയ്ക്ക് വേണ്ടി ഉഷാറായിട്ടൊക്കെ വെച്ചേക്കണം. അപ്പൊ നമ്മുടെ ഈ മാഗ്രാഫിൽറ്റിന്റെ എല്ലാവരുടെയും പേരിലുള്ള അതിയായ സന്തോഷവും നന്ദി എല്ലാം ഈ അവസരത്തിൽ പറയുകയാണ്. നമ്മൾ പള്ളിയോട് ഒത്തുചേർന്നിട്ട് നല്ല രീതിയിൽ ഐക്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് ജയനേശൻ തരും. അതുപോലെ തന്നെ ട്രസ്റ്റിമാരും ട്രസ്റ്റ് എല്ലാം ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന ആന്ധ്രയിൽ നിന്നും അത് മാത്രമല്ല ബെൽഫാസ്റ്റിൽ നിന്ന് തന്നെ ഒരുപാട് അകലങ്ങളിൽ നിന്നും നമ്മുടെ കൂട്ടുകാരും ഗായക സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ ആരെങ്കിലും പേര് വിട്ടുപോയോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ ഇവിടെ വന്ന എല്ലാവർക്കും മാഗ്രാഫെസ്റ്റിലെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. രണ്ടു മൂന്ന് കാര്യങ്ങൾ നാളെ നമ്മുടെ ബാക്കിയുള്ള അച്ഛൻ പറയും. കാറ്റീസം പിള്ളേരുടെ ഇതാണ്, സെലിബ്രേഷൻ ആണ്. പക്ഷെ നമുക്കറിയാം ഓൾറെഡി ഡേറ്റ് മാറിപ്പോയായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ സാധിക്കുന്നവർ വരിക, ഇല്ലാത്തവരും നോ പ്രോബ്ലം. പിന്നെ ഇനി നമുക്ക് കാറ്റീസം ഉള്ളത് ജനുവരി 1st സൺഡേ ആണുള്ളത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെയുള്ളത് നമുക്ക് സമ്പറിന്റെ സമയമാകുമ്പോൾ വീട് വെഞ്ചിരിക്കാനായിട്ട് മിക്കവാറും വലിയ നോമ്പിന്റെ ആ സമയത്താണ് അവിടെ വീട് വെഞ്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ സൗകര്യം നോക്കി വൈകുന്നേരങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു അപ്പോൾ എല്ലാവരും ബെഡ്സായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ ഇവിടെയുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയാണ്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാം, നമുക്ക് സൂപ്പറായിട്ട് അത് ചെയ്യാം. എല്ലാവർക്കും നന്ദി, താങ്ക് യു. അടുത്ത നമ്മുടെ ക്രിസ്മസിൻ്റെ കേക്ക് കട്ടിംഗ് ആണ്. അച്ഛനെ കേക്ക് കട്ട് ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ അച്ഛൻ ഡിസംബറിൽ ബർത്ത്ഡേ ഉള്ള എല്ലാവരും കൊണ്ടും അങ്ങനെ ക്രിസ്മസിൻ്റെ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചു. എല്ലാവരും കേക്ക് എടുത്തോളേ. കേക്ക് എടുത്തോളേ. എങ്ങനെയാണ് ഓർഡർ? നമ്മൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെയാണോ? അങ്ങനെ പ്രശ്നമില്ല. ഇനിയും നമുക്ക് ഒരു സ്നേഹവിരുന്ന് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മാഗ്രാഫിൽറ്റിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന ആൻഡ്രീമിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കൂട്ടായ്മയിലുള്ള എല്ലാവരും തന്നെ ഈ സ്നേഹവിരുന്നിൽ പങ്കെടുത്തിട്ട് വേണം ഓരോരോ വീടുകളിലേക്ക് പോകണമെങ്കിൽ. നമ്മുടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ലീഡ് ചെയ്തിരുന്നത് അനിൽ സെബാസ്റ്റ്യനാണ്. അനിലേട്ടനാണ് അപ്പോൾ ഫുഡിനൊക്കെ നേതൃത്വം കൊടുത്ത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. എല്ലാവരും തന്നെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഒത്തിരി പേര് സഹായിക്കാനുണ്ടായിരുന്നു. എല്ലാവരും തന്നെ സഹായിക്കാനും ഒത്തിരി പേര് വന്നിരുന്നു. തലേദിവസം രാത്രിക്കായാലും ഒരുപാട് പേര് സഹായിക്കാനൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് കൂടാൻ സാധിച്ചു. എല്ലാവരും ഹാപ്പിയായി. അതാണ് ഏറ്റവും വലിയ സംഭവം. അങ്ങനെ സ്നേഹവിരുന്നെല്ലാം പങ്കെടുത്ത് എല്ലാവരും അതേപോലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇനിയും ഉണ്ണീനെയും കൊണ്ട് തിരിച്ച് പള്ളിയിലേക്ക് തന്നെ പോവുക കേട്ടോ.
അപ്പോൾ എല്ലാവർക്കും ഡ്രീമിൽ നിന്ന് വന്ന ഞങ്ങളുടെ മാഗ്രാഫലത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കരോള് കൊണ്ടുവരാനൊക്കെ മനസ്സ് കാട്ടി അച്ഛനും കമ്മിറ്റി അംഗങ്ങൾക്കെല്ലാം, പ്രത്യേകിച്ച് ജയനച്ഛനും ട്രസ്റ്റിമാർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഈ മാഗ്രാഫലത്തിൻ്റെ പേരിലുള്ള ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ക്രിസ്മസിൻ്റെ ഈ ഒരു വൈബ് നമ്മുടെ നാടിൻ്റെ ആ ഒരു അന്തരീക്ഷമൊക്കെ ഒരുക്കി തന്നുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ച ഡ്രീമിനെ ഇടവകയുടെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം കൊണ്ട് വാക്കുകളില്ല. ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് എല്ലാവരും കൂടി. അങ്ങനെ സവാള ഗിരിഗിരി നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കരോളിനെ പ്രമാണിച്ച് നമ്മളിവിടെ ഒരു ഫുഡ് ഉണ്ടാക്കലാണ്. അപ്പൊ അതിലേന്നാണ് അതിന്റെ ഞങ്ങളുടെ ഇവിടുത്തെ വലിയ കുക്കാണ്. വലിയ പാറിലെ കുക്കിനെ തന്നെയാണ് ആളെ കണ്ട വലിയ ലുക്കൊന്നുമില്ലാന്നുള്ളൂ, ഒടുക്കത്തെ ഷെഫാണ്. കണ്ട ആള് ഗ്ലാമർ ഔട്ടറാണ്. കെട്ടിക്കാറായ മോളുണ്ട്, പക്ഷെ അതൊന്നും കൂടി പറയത്തില്ല. അപ്പോൾ കരോളിന്റെ തലേന്ന് രാത്രിയാണ് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ എല്ലാം തയ്യാറാക്കലൊക്കെ ഉണ്ടായിരുന്നത്. അതിന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് മെയിനായിട്ട് ഷൈനും അനിലും ടോമും ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. അതുപോലെ എല്ലാവരും തന്നെ ഉണ്ടായിട്ടോ, പ്രത്യേകിച്ച് ആരുടെയും പേര്. അതുപോലെ തന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് സാലി ചേച്ചിയും ജിപ്സി മോളും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് നല്ല രീതിയിൽ ഇങ്ങനെ ഫുഡ് എന്നുള്ള ആശയം വന്നത് തന്നെ ലേഡീസിൻ്റെ ഭാഗത്തു നിന്നാണ് ആശയം വന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിപ്പോയി. എല്ലാവർക്കും കൂടി പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റി. നല്ലൊരു സംഭവമായിരുന്നു. എൻ്റെ സാലി ചേച്ചിയൊക്കെ നമ്മുടെ ജിപ്സി മോളൊക്കെ ഫുൾ ടൈം ഉണ്ടായി സഹായിക്കാനൊക്കെ. രാത്രി ഞങ്ങൾ മിക്കവരും ഇതിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് രാത്രി ഇതിനൊക്കെ ഇതിനുണ്ടായിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാവരും ഉണ്ടായിട്ട് അടിപൊളിയായിട്ടായിരുന്നു സംഭവങ്ങൾ. തലേ ദിവസം രാത്രിയിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ഒരു ചെറിയ കല്യാണ തലേന്ന് ചെയ്യുന്ന സംഭവങ്ങളുടെ ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. സ്നേഹമ്മ ഇവിടെ എല്ലാവരും പറയുകയും ചെയ്തു. സിമോൾ അവിടെ നിന്ന് സവാള ഗിരിഗിരി അരിയാട്ടോ. അത് ഉരുളക്കിഴങ്ങ് ഗിരിഗിരിയാണല്ലേ പീസല്ലേ? അങ്ങനെ വിഭവങ്ങളെല്ലാം അനിലിൻ്റെ നേതൃത്വത്തിൽ ടോമും ഷൈനും കൂടിയൊക്കെ റെഡിയാക്കിട്ടോ. നമ്മുടെ ബീഫ് കറി അങ്ങനെ റെഡി ആയിട്ട് കേട്ടോ. ബീഫ് കറി റെഡിയായി. തന്തൂരി ചിക്കൻ ആ ഒരു റൈസിന്റെ ഫ്ലേക്കും മറ്റേ ഇതും അതാ കമ്പനിക്കാരൻ നിർത്തി അവിടെ. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കനും ബീഫ് കറിയും ഈസ്റ്റും ഒക്കെ റെഡി ആയിട്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചു. എല്ലാവർക്കും ഒരേ സമയത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമല്ലല്ലോ. അപ്പോൾ എല്ലാവരും ബുഫേയൊക്കെ ആയിട്ട് കുറേ പേര് നിന്ന് കഴിക്കുന്നു, കുറേ പേര് ഇരുന്ന് കഴിക്കുന്നു. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ അടിപൊളിയായിരുന്നു. അങ്ങനെ അനിലേട്ടനും എത്തിച്ചേർന്നു കേട്ടോ. അനിലേട്ടൻ ഡ്യൂട്ടി ആയിരുന്നു. നമ്മുടെ അനിൽ സെബാസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളം ഫില്ലായി. എല്ലാവരും തന്നെ എത്തി. എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങളെ വിളിച്ചില്ല, ഞാനൊന്നും ബീഫിന്റെ
കഴിക്കാനുള്ളത് അതാണ് ഇന്നത്തെ കരോളിന്റെ സമാപനം കൂടിയാണ് തകർക്കാറുണ്ട്. അല്ല ഇന്നലെ രാത്രി ഇവിടെ നമ്മൾ ഇരുന്നപ്പോഴല്ലോ ശരിക്കും നമ്മൾ കല്യാണ വീളൊക്കെ ആ തലേദിവസം ഒരു ഫീൽ കിട്ടിയായിരുന്നു. അതല്ലേ ഏറ്റവും രസം. ഇവിടെ ഒരാളിരുന്ന് ഇത് പൊട്ടറ്റ അരി വേണേ. അപ്പം കെട്ടിയവൻ അവിടെ വരാം. കെട്ടിയവൻ കണ്ണു തുറന്നു അടിപൊളി. അപ്പൊ അങ്ങനെ എന്തെങ്കിലൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളുടെ കരോളിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ.